ശബരിമലയിൽ ആദ്യമായിട്ട് പ്രവചനം നടത്തിയ ഞാനാണ്. അയ്യപ്പനെ തൊട്ട പൊള്ളു വന്നു 3 വർഷത്തിന് മുമ്പ്. കേസ് വരുമ്പോൾ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ പ്രതിയെ അറിയും നമ്മൾ. 2027 നമ്മൾ അറിയും. തന്ത്രി എന്ന് പറയുമ്പം അനുസരിക്കാനുള്ളവനല്ലേ. തന്ത്രിക്ക് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാനോ ഒരു ഇതൊന്നും കൊണ്ടുപോകാനുള്ള പവറില്ല. അഡ്മിനിസ്ട്രേഷൻ പവറിനെ അതിൻ്റെ പവറുള്ളൂ. തന്ത്രി ഇപ്പോൾ ഇന്ന പൂജാ സാധനം വേണമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അത് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കേസിലെ കംപ്ലൈൻറ്റ് വന്നതാണ്. എത്രയോ രാഹുൽ ഈശ്വർമാർ നടക്കുന്നത്, ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നാട്ടിൽ നടക്കണം. ഇപ്പോൾ ദീപക്കിന് എതിരെ മറ്റേ വിമർശിക്കുന്നവരുണ്ട്. മരിച്ചു പോയിട്ട് ഒരാളായി പോലെ അയാളെ ചീത്ത വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തിനാണ്, അവരുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് ക്ലാരിറ്റി കൂടുമല്ലോ. ഇപ്പോൾ എന്നെ കുറേ പേര് തെറി പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എനർജി വരുന്നത്. ഇപ്പം ശബരിമലയിൽ ദീപം കൊളുത്തി കാണിക്കുന്നതാണെന്ന് നമ്മുടെ നിരീശ്വരവാദികൾ തെളിവാറ്റ് പറഞ്ഞ് എല്ലാം ചെയ്തു. ശബരിമലയിൽ എണ്ണം കുറഞ്ഞ ആൾക്കാരെ കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകും. കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നതിനാണ് ജാതകം. അത് നല്ലവൻ എഴുതണം, ഇല്ലെങ്കിൽ അവൻ ആ ജാതകം കൊണ്ട് ഭ്രാന്തനാവും. നല്ലവൻ എഴുതണം. ചില ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നും അവൻ്റെ ജീവിതമായിട്ട് ബന്ധം. വീണ്ടും അവൻ വിളിക്കും, പിറ്റേ ദിവസം വിളിക്കാൻ ഞാൻ പറയും ഞാൻ തിരക്കിലാണ്, നീ പിന്നെ വിളിയെന്ന് പറയും. വീണ്ടും അവൻ വിളിച്ചപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ താനേത് കോപ്പിലെ രാജാവടാ, തന്നെ വിളിച്ച താനെ മാത്രമേ ജ്യോതിഷനുള്ള, നിനക്ക് ജീവിക്കണോ നീ ഇവിടെ ഇരി, വിഷമടിച്ച് ചാവണോ, ഇനിയിപ്പം ജ്യോതിഷം നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ആ പുള്ളിക്ക് ധൈര്യം കൊടുത്തു. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും തെറ്റാണ്. ക്ഷേത്രത്തിൽ പോലും ക്ഷത്രിയാധിപത്യത്തിൻ്റെയും ബ്രാഹ്മണാധിപത്യത്തിൻ്റെയും ഭാഗമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും ഈഗോയാണ് ഹിന്ദുമതം വളരാത്തതെന്ന് ഞാൻ പറഞ്ഞതല്ല, ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. ഒരു ദൈവത്തിനും പൊന്നും പണവും സ്വർണ്ണമൊന്നും വേണ്ട. ശബരിമലയിൽ സ്വർണം പൂശിക്കൊടുത്ത വിജയമല്യ തകർന്നു തരിപ്പണമാണ്. അനിൽ അംബാനി, അമിതാഭ് ബച്ചൻ, ജയലളിത, യെദൂരപ്പ, ചന്ദ്രബാബു നായിഡു, 110 പേരെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഭഗവാനെ പൊന്നും പണവും കൊടുത്ത് വിലയ്ക്ക്. യെദൂരപ്പയെ കുറിച്ച് വല്ല അഡ്രസ്സും ഉണ്ടാ? ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരുന്നത് നല്ലതാണോ? അല്ല, അന്ധവിശ്വാസ നിർമ്മാർജ്ജനം കൊണ്ടുവരാൻ കേരളത്തിൽ അത് നടക്കില്ല. കാര്യം മറ്റുള്ള ജില്ലകൾ നടത്തിയിട്ട് പോലും അത് നടക്കുന്നില്ല. എവിടെയാണോ എന്തെങ്കിലും ഒരു കാര്യം നിരോധിച്ചാൽ അത് കൂടുതൽ അവിടെ ശക്തി പ്രാപിക്കും. ഗുജറാത്തിൽ ഞാൻ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഓരോ വീടുകളിൽ വാറ്റി കുടിക്കും. ചാരായം നിരോധിച്ചാണ്. ഓരോ വീടുകളിൽ 20 രൂപ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ചാരായം കത്തിച്ച് കാണിച്ചെന്ന് തരും. ഓരോ വീടുകളിലും കിട്ടും. സ്വയം പര്യാപ്തതയിലേക്ക് വരും. അപ്പോൾ അത് നാശമല്ലേ വരുള്ളൂ. അതിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ബോധവൽക്കരണം, എല്ലാത്തിനും ബോധവൽക്കരണം മാത്രമേ പറ്റൂ. നിരോധനം നമുക്കവിടെ ഒരു ആക്ഷൻ കൂടെയുള്ളൂ. മനസ്സിലായോ? അത് പിന്നെ ക്രിമിനലുകൾ, പിന്നെ അങ്ങനെ അത് വലിയൊരു തലവേദനയായിട്ട് മാറും. അന്ധവിശ്വാസം അനാചാര്യം പാടില്ല, സത്യം തന്നെ. പക്ഷേ ചില വിശ്വാസങ്ങൾക്ക് അത് വേണം. അപ്പോൾ ജ്യോതിഷം അന്ധവിശ്വാസ നിയമത്തിനകത്ത് പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടുത്തെ ഭഗവാന്റെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ജ്യോതിഷത്തിലൂടെയാണ്. അപ്പോൾ അത് ഇപ്പോൾ കർണാടകയിൽ പോയാലും ജ്യോതിഷമുണ്ട്, മഹാരാഷ്ട്രയിൽ പോയാലും ജ്യോതിഷമുണ്ട്. ജ്യോതിഷത്തെ കൈവയ്ക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് ഒരുത്തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അന്ധവിശ്വാസം ചെയ്യാം, നിരോധിക്കാം ഒരാൾക്ക്. അതിന് ഇപ്പോഴും നിയമം ഉണ്ടല്ലോ. തെറ്റ് ചെയ്താൽ ക്രിമിനലിനകത്ത് അവരെ എടുക്കാമല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ ക്രിമിനലാക്കി എടുക്കാം. അതിനൊരു നിയമത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നിയമം ആൾറെഡി ഉണ്ട്. BSNL നിയമം വന്നതിന് ശേഷം, BNSൻ്റെ നിയമം വന്നതിന് ശേഷം ഒരുപാട് നിയമങ്ങൾ വന്നു. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ ചീത്ത പറഞ്ഞാൽ പോലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? ഈ അടുത്ത കാലത്തായിട്ട് ഒരു ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ ചണ്ടാള ബാബ പോലെയുള്ള ആൾക്കാർ. അവർ മൃഗബലി, കോഴിബലി, പക്ഷിബലി തുടങ്ങിയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നും ഇതൊക്കെ തങ്ങളുടെ ആചരണത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കലിയുഗ അത് നമ്മുടെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിശ്വാസങ്ങൾ നമുക്ക് വിശ്വാസങ്ങളായിട്ട്, ഇതിപ്പോൾ കുത്തിയോട്ടം, അത് നമുക്ക് നിരോധിച്ചാൽ വലിയൊരു പ്രോബ്ലം. വിശ്വസിക്കാനുള്ള ഒരു ആർട്ടിക്കിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അന്ധവിശ്വാസമായിട്ട് മാറ്റുമ്പോൾ അത് പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. പാർലമെൻറ്റിൽ എന്ത് നിയമം പാസ്സാക്കിയോ ആ നിയമമാണ് നമ്മൾ അനുസരിക്കുന്നത്. ഒരു സ്റ്റേറ്റിൽ ഉള്ള നിയമം അനുസരിക്കാൻ പറ്റില്ല, എങ്കിൽ അവിടെ തിരുത്തണം. ഒരു ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരു പാർലമെൻറ്റിലുള്ള നിയമം അത് നിൽക്കുകയാണെങ്കിൽ അതേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് കൂടുതൽ പ്രയോറിറ്റി സ്റ്റേറ്റിനേക്കാളും. അപ്പോൾ ആ നിയമം മതിയാക്കിയാലേ ഈ നിയമം വരുള്ളൂ. ഇത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിലേക്കൊന്നും തിരിച്ചു പോകണം. ഇപ്പോൾ എന്ത് കഴിക്കണം, നിങ്ങൾ പറയാം എനിക്ക് ബീഫ് കഴിക്കണം, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കഴിക്കരുതടാന്ന്? അപ്പോൾ എങ്ങനെ നിയമം പറയണത്? കഴിക്കാൻ അവർക്ക് അവകാശമുണ്ട്. വേറൊരു ഭാഗത്ത് അവരുടെ അവകാശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറ്റില്ലല്ലോ. അതുപോലെ ഇവരുടെ ഇതിൽ താന്ത്രികത്വത്തിൽ ഇങ്ങനെയാണ്, കോഴിയെ വെട്ടുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് നിയമം അനുശാസിക്കണമെങ്കിൽ അവർക്ക് ചെയ്യാം, അല്ല ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നത് കൊണ്ട് ആർക്കും ദ്രോഹം വരാൻ പാടില്ല. ഇപ്പോൾ മനുഷ്യബലി അത് ദ്രോഹമാണ്. മനസ്സിലായില്ലേ? അത് മനുഷ്യരെന്നുള്ള നിയമത്തിൻ്റെ അകത്ത് വരുമ്പോൾ ദ്രോഹമാണ്.
ഇപ്പോൾ ഒരു കോഴി ഇറക്കുന്നെങ്കിൽ പിന്നെ ഇറച്ചിക്കടയിൽ എന്തുമാത്രം കോഴി ഇറക്കുന്നു എങ്കിൽ പിന്നെ അവിടെ ചെന്ന് എല്ലാം ബാൻ ചെയ്യണ്ടേ? അതല്ല, നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസം കൊണ്ടുപോകും, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇപ്പം നിങ്ങളുടെ അച്ഛൻ പറയുകയാണ് മക്കളെ നീ ഇത് ഡോക്ടറാവണം, നിങ്ങൾക്കത് താല്പര്യമില്ല, നിങ്ങൾക്ക് വക്കീലാവാനാണ് ഇഷ്ടം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങളാണ് വക്കീലാവേണ്ടത്, അച്ഛനല്ല. അച്ഛൻ്റെ കാലം കഴിഞ്ഞു, അച്ഛൻ്റെ രീതി പോകാം, അച്ഛൻ്റെ ആഗ്രഹമായിട്ട് പറയാം, പക്ഷെ ചെയ്യണോ വേണ്ടെന്നുള്ളത് മോൻ്റെ കാര്യമാണ്. അല്ലാതെ എന്തിനും ഏതിനും നമ്മൾ കയറി അഭിപ്രായം പറയാം, നിങ്ങളത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന്, അങ്ങനെയല്ല. നിയമപരമായിട്ട് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ കംപ്ലയിൻറ്റ്, ഇപ്പം ഞാൻ നിങ്ങളും കൂടെ ഒരു അടി കൂട്ടണമെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലേ പോലീസിന് കേസുള്ളൂ. നിങ്ങൾക്ക് ഞാനും ഒരു കംപ്ലയിൻറ്റും ഇല്ല, തോളി കയറ്റി നമ്മൾ വേണമെങ്കിൽ പിന്നെ പോലീസിന് എന്തൊരു കേസ് ഉണ്ടോ? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കേസിലെ കംപ്ലയിൻറ്റ് വന്നതാണ്, എത്രയോ രാഹുൽ ഈശ്വർമാർ നടക്കുന്നത്, ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നാട്ടിൽ നടക്കണം നമ്മളറിയാത്തത്. അപ്പോൾ അതിൽ കാര്യമില്ല. അത് അവർ തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അവർ തമ്മിൽ ഉഭയസമ്മതപ്രകാരം നടത്തി. അങ്ങനെ നടത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ശബരിമല വിഷയം താങ്കൾ അതെന്തെങ്കിലും പ്രവചിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ശബരിമലയിൽ ആദ്യമായിട്ട് പ്രവചനം നടത്തിയ ഞാനാണ്. അയ്യപ്പനെ തൊട്ടാൽ പൊള്ളുമെന്ന് 3 വർഷത്തിന് മുമ്പേ. അയ്യപ്പൻ ആര് തൊട്ടാലും അത് പൊള്ളും എന്നുള്ളതിൻ്റെ പ്രവചനം നടത്തിയ ഞാനാണ്. അന്ന് സ്ത്രീകളെ കയറ്റിയ സമയം മുതലേ ഞാൻ ആ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പഞ്ചഭൂതങ്ങളായിട്ടുള്ള കംപ്ലീറ്റ് പ്രോബ്ലം, തീപിടുത്തങ്ങൾ, അത് ഇതെല്ലാം അയ്യപ്പനെ തൊട്ടാൽ പഞ്ചഭൂതം ഉണരും. അയ്യപ്പൻ കലിയുഗ വരദനാണ്, അത് എനർജി ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ശക്തി കൂടും. ഇപ്പോൾ ശബരിമലയ്ക്ക് നല്ലൊരു ശക്തിയാണ്, ആറ്റുകാലിൽ നല്ലൊരു ശക്തിയാണ്, ഗുരുവായൂർ നല്ലൊരു ശക്തിയാണ്. ആ താന്ത്രികത്വത്തിൻ്റെ ശക്തി കൂടും, അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ അത് അയ്യപ്പൻ തന്നെ നോക്കിക്കോളും, അയ്യപ്പൻ്റെ കാര്യം അത് വിഷയമല്ല. തെറ്റ് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കൊണ്ടുവരും. അതിനകത്ത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അയ്യപ്പൻ തന്നെ കൊണ്ടുവരും. ഇപ്പോൾ അയ്യപ്പനല്ലേ കേസ് കൊണ്ടുവന്നത്, അങ്ങനെ നോക്കിക്കോളും. തന്ത്രി കുടുങ്ങിയതാണോ അല്ലെങ്കിൽ തന്ത്രി കുറ്റക്കാരനാണോ? തന്ത്രി എന്ന് പറയുമ്പം അനുസരിക്കാനുള്ളവനല്ലേ. തന്ത്രിക്ക് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാനോ ഒരു ഇതൊന്നും കൊണ്ടുപോകാനുള്ള പവറില്ല. അഡ്മിനിസ്ട്രേഷൻ പവറിനെ അതിൻ്റെ പവറുള്ളൂ. തന്ത്രി ഇപ്പോൾ ഇന്ന പൂജാ സാധനം വേണമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അത് വാങ്ങിച്ചു കൊടുക്കണം, തന്ത്രിക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്തായാലും, അത് ശരിയായ രീതിയായാലും തെറ്റായാലും സത്യം തെളിയും. എത്ര നാൾ നമ്മൾ കള്ള ഒളിച്ചു വെച്ചാലും അത് തെളിഞ്ഞിരിക്കും. ഈ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിലും കേസ് വരുമ്പോൾ, വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ പ്രതിയെ അറിയും നമ്മൾ. 2027 നമ്മൾ അറിയും. അതായത് ഇപ്പോഴുള്ളത് യഥാർത്ഥ പ്രതി അല്ലെന്ന്. അല്ല, അത് അറിയും, നിങ്ങൾ ധൈര്യമായിട്ട് അറിയും. ഇതിൽ പലരും മിസ്സിങ് ആണ്, അത് നിങ്ങൾ അറിയും. മനസ്സിലായി? ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇതിൽ നോക്കുമ്പോൾ നമുക്കതൊന്നും പറയാൻ പാടില്ല. ഞാൻ മനുഷ്യനനുസരിച്ച് മനുഷ്യ നിയമങ്ങൾ അനുസരിക്കണം. ഭഗവാന്റെ നിയമത്തിൽ ശരിയില്ല തെറ്റില്ല ഒന്നുമില്ല. മനുഷ്യ നിയമങ്ങളിൽ ശരിയുണ്ട് തെറ്റുണ്ട്. അപ്പോൾ ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്ക് ആ നിയമങ്ങൾ അനുസരിച്ചേ പറ്റും. അത് അനുസരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഗുരു എന്ന നിലയിൽ എൻ്റെ കടമയാണ്. ഓക്കെ. ഇനി നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളതിനകത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്, എസ്പെഷ്യലി നമ്മൾ ഒരാളുടെ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോജിൻ ബാബാജി എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഈ കൂടുപാത്രത്തെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഭീതി ഇങ്ങനെ പടർത്തിക്കൊണ്ട്, അമ്മ മകനെതിരെ കൂടോത്രം ചെയ്യുന്നു, ഭാര്യ അമ്മായിയമ്മയ്ക്കെതിരെ കൂടോത്രം ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സൈൻസും സിംറ്റംസും തലയോട്ടി പിടിച്ചു കൊടുക്കുന്നു, ആർത്തവരക്തം കലർത്തി കൊടുക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ജനങ്ങളെ ഭീതി പടർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സുകളും മറ്റു പൂജ ഹോമ ക്ലാസ്സുകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പം ഒരു ജ്യോതിഷത്തിൽ ഇത്രയധികം വിശദമായി ഗവേഷണം നടത്തുകയും ഇത്രയധികം ഫോളോവേഴ്സും കസ്റ്റമേഴ്സും ഒക്കെയുള്ള കലിയുഗ ജ്യോതിഷൻ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അല്ല, നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ആ വ്യക്തി അങ്ങനെ പറയുന്നെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, കറുപ്പുണ്ടെങ്കിലേ വെളുപ്പറിയാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ കറുപ്പ് ഉണ്ടെങ്കിലേ വെളുപ്പറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ജ്യോതിഷത്തിനകത്ത് ഈ കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജ്യോതിഷത്തിൽ പറയില്ല. പ്രാചീന കാലങ്ങളിലുള്ളതിനെ ഇവർ പൊടി തട്ടിയെടുത്ത് പറയണമെന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ, അതാണ് ഞാൻ പറഞ്ഞ, കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ജ്യോതിഷ പ്രവചനം നടത്തണമെന്ന് നമ്മുടെ വരാഹമേന ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ടാണ് അത് എഴുതി വെച്ചത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതിപ്പോൾ സമൂഹത്തിൽ നല്ലതും ചീത്തയും കാണുമല്ലോ. അപ്പോൾ അവരിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു പഴയ കാര്യത്തിനെയാണ്, ഇപ്പോൾ അതിൽ വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്, അതിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ദീപക്കിന് എതിരെ മറ്റേ വിമർശിക്കുന്നവരുണ്ട്, മരിച്ചു പോയിട്ട് ഒരാളായി പോലെ അയാളെ ചീത്ത വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തിനാണ്, അവരുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് ക്ലാരിറ്റി കൂടുമല്ലോ. ഇപ്പോൾ എന്നെ കുറേ പേര് തെറി പറയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എനർജി വരുന്നത്. അവൻ പറയട്ടെ. അതുപോലെ
അവർ ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അത് എല്ലാവരും അംഗീകരിക്കും. ഇപ്പോൾ നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഇപ്പോൾ വിശ്വാസിയൊക്കെ എന്ത് ദേഷ്യം തോന്നി, ഇവനൊക്കെ എന്തിനാണ് ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഇവനെ പിടിച്ച് കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുപോലെ അവൻ പറയണത് അത് അവൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ലോകം മാറുകയൊന്നുമില്ല. മനസ്സിലായില്ല? വീട്ടിൽ നമ്മൾ അപ്പം പറഞ്ഞാൽ പോലും നമ്മൾ കേൾക്കില്ല, പിന്നെ എങ്ങനെ ലോകം മാറാൻ പോണത്? ഇവിടെ മക്കളെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ 16-18 വയസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പനെ വഴക്ക് പറയും, അപ്പ പോയി പണി നോക്കും. പിന്നെ നമുക്കൊരു 35 വയസ്സൊക്കെ ആയി അപ്പൻ്റെ രീതിക്ക് വരുമ്പോഴാണ്. ഇപ്പോൾ MG കോളേജിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ വളരെ വാലാറ്റ് നടന്നതാണ്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ശല്യവും ബഹളവും ബെല്ലെടുപ്പും ഒക്കെ ആയിട്ട്. ഇന്ന് ഞാൻ ഒരു ദിവസം MG കോളേജിൽ പോകണം, ആ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ എനിക്കത് ഭയങ്കര പ്രോബ്ലമായിട്ട് തോന്നി. അപ്പോൾ അന്നിരുന്ന ആ പ്രായത്തിലുള്ളവർക്ക് അന്ന് പ്രോബ്ലമായിട്ട് തോന്നി, നമുക്കത് ആ പ്രായത്തിൻ്റെ ബേസിൽ തോന്നിയില്ല. അപ്പം അത് നമ്മുടെ ഒരു രീതിയാണ്. മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നിനെയും അത് പറ്റില്ല, എല്ലാത്തിനെയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ട്രെയിനിൽ കയറിയാലോ മോശമായിട്ടുള്ള കമ്പാർട്ട്മെൻ്റായാലും അതിനെ വലിച്ചുകൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഇയാളിങ്ങനെ ചെയ്യുന്നത് അത് അയാളുടെ രീതിക്ക് അനുസരിച്ച് ചെയ്യുന്നു. അവിടെ ചിലപ്പോൾ നന്മ വരണമെന്നില്ല. ദുഷ്ടന്മാരില്ലേ, ദുര്യോധനും ഇവർ രാവണനൊക്കെ ഉള്ള രാജ്യമല്ലേ, യൂദാസ് ഉള്ളതല്ലേ, ഈശോയെ പിടിച്ച് കുറ്റിയിൽ അടിച്ചില്ല, അതിനൊരു കാരണം വേണ്ടേ? യൂദാസ് അങ്ങനെ ഈശോയെ കുരിശിൽ അടിച്ചുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് ആയത്. അപ്പം അതിൻ്റെ ഒരു കാരണം വേണ്ടേ? ട്രൈവ് ഓർ ട്രിവാൻ, ഒരു കാരണം വേണ്ടേ? നിങ്ങൾക്കൊരു കാരണം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് വരുള്ളൂ. ആക്ഷൻ വിൽ ബി എ റിയാക്ഷൻ വരുള്ളൂ. അപ്പോൾ അവരങ്ങനെ പറയുന്നത് കൊണ്ട് വേറെ ഇതിലേക്ക് വരുന്നവരുണ്ട്. ഇപ്പം ശബരിമലയിൽ ദീപം കൊളുത്തി കാണിക്കുന്നതാണെന്ന് നമ്മുടെ നിരീശ്വരവാദികൾ തെളിവാറ്റ് പറഞ്ഞ് എല്ലാം ചെയ്തു. ശബരിമലയിൽ എണ്ണം കുറഞ്ഞ ആൾക്കാരെ കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? 97% വിശ്വാസികളുള്ളിടത്ത് 3% നിരീശ്വരവാദികൾ കടലിൽ കായം കലക്കുമ്പോഴല്ലേ ഇരിക്കുള്ളൂ. അവരവിടെ ഇങ്ങനെ ചലച്ചുകൊണ്ടേയിരിക്കും, ഇവരിവിടെ വന്നുകൊണ്ടേയിരിക്കും. ഇവർ പറയണ ആരെങ്കിലും കേൾക്കണം. അതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഇത്. അത്രയേ ഉള്ളൂ, അത്രയായിട്ട് കണക്കാക്കിയത്. നമ്മൾ ചെയ്ത് കാണിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എത്ര പരസ്യം കൊടുത്താലും അവർ വന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് പോകുമ്പോൾ അവർ പോയിട്ട് പറയും, നിങ്ങളവിടെ പോയാൽ മതി, സാറ് എല്ലാം പറഞ്ഞു തരും. അതാണ് മൗത്ത് പബ്ലിസിറ്റി ഈസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി. അത് അനുഭവിച്ചറിയുന്നതാണ്, അല്ലാതെ കണ്ട് അറിയണതല്ല. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നുമില്ല, ഉദിക്കുന്നുമില്ല. ഉണ്ടോ? രാവിലെ നമ്മൾ ഉദിക്കുന്നതായിട്ട് കാണുന്നു, അസ്തമിക്കുന്നതായിട്ട് കാണുന്നു. സൂര്യൻ അങ്ങനെ ഒരു ചലനം ഉണ്ടോ? ഉണ്ടോ? പറയൂ, നിങ്ങൾ പറയൂ. സൂര്യനെ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. അതിൻ്റെ ഡെഫിനിഷൻ വേറെയാണ്. അപ്പോൾ നമ്മളത് കാണുന്നു. ഇവിടെ നിന്ന് സൂര്യൻ നേരെ അപ്പുറത്ത് പോകുന്നത് നമ്മൾ കാണുന്നു. അവിടെ നിന്ന് നേരെ രാവിലെ എവിടെയും കാണുന്നു. അത് ഈസ്റ്റും വെസ്റ്റും ആയിട്ട് പറയുന്നു. പക്ഷെ സൂര്യനില്ല, അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം പലതും കാണുന്നത് പോലും സത്യമല്ല, പിന്നെ എങ്ങനെ നമ്മളത് വിശ്വസിക്കും? ഓക്കെ, ഈ ജാതകം എല്ലാ ആൾക്കാരും എടുത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം ബുക്കും പേപ്പറും നമ്മൾ RC ബുക്ക് എടുത്തിട്ട് നമ്മൾ കാർ ഓട്ടിക്കാത്തവന്മാരുണ്ട്, കാറ് കൊണ്ടിട്ടിട്ട് ബുക്ക് എടുത്തിട്ട് ചെയ്യാതെ. അത് ഒരു മുൻകൂട്ടി പറയാനുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് കേസുകൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങളും മുൻകൂട്ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന പോലെ ഒരു ധനത്തിൻ്റെ പ്രോബ്ലം വരാൻ പോവുകയാണ്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും, ധനം ചോരാതിരിക്കുക സാറേ, എന്ത് ചെയ്യണം? നിങ്ങളൊരു വീട് പണി നടത്തൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ധനം, പക്ഷേ ആ സമയത്ത് ധനം പോകും നിങ്ങളെന്ന്. അപ്പോൾ നിങ്ങളതിന് നല്ലതിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് അടിച്ചു കത്തിച്ച് വരികയാണ്, റോഡിലൊരു കുഴി ഉണ്ടെങ്കിൽ തലവ് തന്നെ വീഴും. നേരെ മറിച്ച് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുകയാണ്, ഇവിടെ കുഴിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പതുക്കെ വരും. അപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നതിനാണ് ജാതകം. അത് നല്ലവൻ എഴുതണം, ഇല്ലെങ്കിൽ അവൻ ആ ജാതകം കൊണ്ട് ഭ്രാന്തനാവും. നല്ലവൻ എഴുതണം. ചില ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നും അവൻ്റെ ജീവിതമായിട്ട് ബന്ധമില്ല. അപ്പോൾ അത് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കും. മനസ്സിലായോ? അത് ഓരോരുത്തരും എക്സ്പെർട്ടാണ്. ഇപ്പം ഡോക്ടർ തങ്കരാജ് സാർ യൂറോളജിയുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോകാൻ പറയും. ഈസ് എ വെരി എക്സ്പെർട്ട് മാൻ. VS അച്യുതാനന്ദൻ്റെ മരുമകനാണ് തങ്കരാജ് ഡോക്ടർ. ഭയങ്കര മിടുക്കനായ ഡോക്ടറാണ്. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും എക്സ്പെർട്ടും മിടുക്കന്മാരും ഉണ്ട്. മനസ്സിലായി? അനിൽ സലീം എന്ന് പറഞ്ഞൊരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഭയങ്കര മിടുക്കനാണ്. ഇന്നലെ ഞാനൊരു രീതി കണ്ട്, അത് മെഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. വേറെ ഡോക്ടർമാർ പല ചികിത്സ ചെയ്തിട്ട് അയാൾക്ക് കിടപ്പില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. പുള്ളി അത് കണ്ടുപിടിച്ച് മെഗ്നീഷ്യനാണ്. മെഗ്നീഷ്യത്തിൻ്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് അന്ന് പുള്ളി 8 മണിക്കൂർ ഉറങ്ങും. ഇതിനു വേണ്ടി ചൊറിഞ്ഞ് പുണ്ണാക്കി എന്ത് ചെയ്യാൻ പറ്റും? അറിവില്ലാത്തവരതിനെ ഇല്ലാതാക്കും. പല കേസുകളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ നന്നാക്കാൻ കൊടുത്തവന് അറിഞ്ഞുണ്ടെങ്കിൽ അവൻ അതിനെ കുത്തി തോണ്ടി നാശമാക്കി തരും. ചിലപ്പോൾ അതിൻ്റെ ബാറ്ററി ആയിരിക്കും കംപ്ലൈൻറ്റ്, ഇവനത് നോക്കിയില്ല. ഇപ്പോൾ പവർ സപ്ലൈ, പവർ ഫെയിലുവർ, ഇവിടെ വന്ന് ഫാനൊക്കെ അഴിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് നോക്കുമ്പോഴാണ് കറണ്ടില്ല. അപ്പോഴത്തെ ഫാന് തൊലഞ്ഞ്, ഇനി കറണ്ട് വന്നാൽ അത് കറങ്ങില്ല. എക്സ്പെർട്ടുകളെ കയ്യിലേ കൊടുക്കാവും. അവർക്ക് കുറച്ച് എക്സ്പെർട്ടായിരിക്കാം, അവർക്ക് അറിയാൻ പറ്റും, അവർ ദൈവാനുഗ്രഹമുള്ളവരാണ്. ചിലർ പറയില്ലേ, പച്ചവെള്ളം കൊടുത്താലും ആ ഡോക്ടർ തന്ന മരുന്ന് പോലെ തോന്നുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു
രീതിയാണ്, നമ്മൾക്ക് അയാളിലുള്ള വിശ്വാസമാണ്. അതാണ് അതിൻ്റെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കൈപുണ്യമാണ്, അത്രേ ഉള്ളൂ. ചിലപ്പോൾ പുതിയതായിട്ട് കുറേ ആൾക്കാർ ജ്യോതിഷത്തിലോട്ടും ഒക്കെ താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ട്, പഠിക്കാനും ചെയ്യാനും ഒക്കെ. അവർക്ക് സാറിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അയ്യോ, എനിക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള ഒരുത്ത ഇതേപോലെ എൻ്റെ അടുത്ത് കുറേ നാൾ ജ്യോതിഷം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ എടുക്കുമ്പം പറയും, നീ പിന്നെ വിളി, ഞാൻ തിരക്കിലാണെന്ന് പറയും. വീണ്ടും അവൻ വിളിക്കും, പിറ്റേ ദിവസം വിളിക്കാൻ ഞാൻ പറയും, ഞാൻ തിരക്കിലാണ്, നീ പിന്നെ വിളിയെന്ന് പറയും. വീണ്ടും അവൻ വിളിച്ചപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ, താനേത് കോപ്പിലെ രാജാവടാ, തന്നെ വിളിച്ച താനേ മാത്രമേ ജ്യോതിഷനുള്ള. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ജ്യോതിഷം പഠിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചെക്ക് ചെയ്തതാണ്, നിന്നെ കൊണ്ട് പറ്റില്ല. ക്ഷമയുള്ളവനെ ജ്യോതിഷം പഠിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് അത്രയും സ്ഫുടമാണ്, കണക്കാണ്. മാത്സിൽ എക്സ്പെർട്ടായിട്ടുള്ളവനെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല. അത് ഗണിക്കാനും എടുക്കാനും ഒക്കെ മതി. അപ്പോൾ അത്രത്തോളം ക്ഷമ വേണം, അല്ലാത്തവൻ കളഞ്ഞിട്ട് പോകും. അപ്പോൾ ആദ്യം അതാണ് നമ്മൾ നോക്കേണ്ടത്. പാല് കുടിച്ച് കിടക്കുന്നവന് പാല് കൊടുത്താൽ കുടിക്കില്ല, കഞ്ഞിവെള്ളം കുടിച്ച് കിടക്കുന്നവന് പാല് കൊടുത്താൽ കുടിക്കും. ഒരു സ്ഥാപനത്തിൽ പണ്ട് ഞാൻ റിലയൻസിൽ എഞ്ചിനീയർ ആകുമ്പോൾ ജോലി ഉണ്ടോ സാറേ, ജോലി ഉണ്ടോ സാറേ എന്ന് അവിടെ സെക്യൂരിറ്റി എടുത്ത് വരും. കമ്പനി പറയും ഇല്ല 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 എന്ന് പറയും. അപ്പോൾ എത്ര പ്രാവശ്യം അവൻ വരുമെന്ന് നോക്കും. നാളെ വാ മാനേജർ ഇല്ല. അവൻ നേടിയ അടങ്ങുള്ളെങ്കിൽ അവൻ അവിടെ വരും, അവനത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ കമ്പനി നിൽക്കും. അല്ല ചുമ്മാ വന്ന് ചോദിച്ച് 3-ൻ്റെ അന്ന് പോകണത്, ഇതിനൊക്കെ ഒരു സൈക്കോളജികളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെ ഇവൻ എൻ്റെ മൊത്തം പറയും. ഇവൻ പറയുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം, ഞാൻ എൻ്റെ പേപ്പറിൽ എഴുതി വെച്ചതാണ്. എന്നുവെച്ചാൽ അവൻ്റെ നാളും ഡീറ്റെയിലും ഒക്കെ കണ്ടപ്പോൾ എനിക്കറിയാം. ഒരു തന്നെ നാളും ഡീറ്റെയിലും ഒക്കെ കണ്ടാൽ എനിക്കറിയാം എങ്ങനെ പെരുമാറുമെന്ന്. പറഞ്ഞ് മനസ്സിലായ? അപ്പോൾ അപ്പോൾ ജ്യോതിഷം പഠിക്കണത് എല്ലാവർക്കും പഠിക്കാം. പക്ഷേ ജ്യോതിഷം പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വേണം, പിന്നെ വന്നിട്ടൊരു കുറേ സമാധാനം വേണം, എങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെപ്രാളം കാണിച്ചാലൊന്നും ജ്യോതിഷം പഠിക്കാൻ പറ്റില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ പോലും മൊത്തം പഠിച്ച് തീർത്തിട്ടില്ല. സമുദ്രം പോലെയാണ്. എൻ്റെ ഒരു 100 ജന്മം ഞാൻ പഠിച്ചാൽ പോലും അത് തീരുമില്ല. അത്ര വലിപ്പമുള്ള ഒരു സാധനമാണ് ഈ ജ്യോതിഷം, മനസ്സിലായ? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏതിനെക്കുറിച്ചും പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. യൂണിവേഴ്സിറ്റി ഉള്ളൊരു സംരംഭം എന്ന് പറയുമ്പോൾ എത്ര ടെസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ജ്യോതിഷത്തിൽ എത്ര ടെസ്റ്റുകൾ, എത്ര ഗ്രന്ഥങ്ങൾ, 100 കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു പുരുഷായുസ് പോരാ. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി ബുക്കിൽ എഴുതി വെച്ചത് എഴുതി വായിക്കണ ഒരുപാട് പേരുണ്ട്. ചതയുന്ന ആളുകാരെക്കുറിച്ച് കേൾക്കും, അത് പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ട് അവ വായിക്കും, പറയും. അങ്ങനെയല്ല. നമ്മളെവിടെ ഒരാൾ വന്നാൽ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, എന്നിട്ട് നമ്മളതിനെ ഗണിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. വിധികളെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ്. ഇപ്പോൾ ആരെങ്കിലും പരിഹാരം ചെയ്യുമ്പോൾ ഗണപതി ഹോമം, സുദർശന ഹോമം, അങ്ങനെ പറയും. അങ്ങനെയല്ല. ഇവിടെ ഗ്രഹനില നോക്കിയിട്ട് അതിനനുസരിച്ചാണ് പൂജാവിധികൾ തീരുമാനിക്കുക, മനസ്സിലായ? ദൈവൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഞാൻ താന്ത്രികം പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചാണ് ദൈവജ്ഞൻ പൂജാവിധി നിർണ്ണയിക്കുന്നത്. അതുപോലെ ഒരാളുടെ ചാർട്ട്, ഗ്രഹനില മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പൂജാവിധി നിർണ്ണയിക്കണം. അല്ല റെഡിമെയ്ഡ് പൂജ ചെയ്തിട്ട് ഫലം കിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ല യഥാർത്ഥ പ്രോബ്ലം, മനസ്സിലായില്ലേ? അതിനൊക്കെ ഒരു രീതിയുണ്ട്, അതനുസരിച്ച് അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. എക്സ്പെർട്ടുകളാവണം. അതാണ് ഞാൻ പറയണത്, ഒരാൾ 2 മണിക്കൂർ പഠിക്കണം, ഒരാൾ അത് പഠിച്ച് മൊത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 10 തോൽവി വരാം, പക്ഷേ 11 നമ്മൾ വിജയിക്കും. എബ്രഹാം ലിങ്കനെ നിങ്ങൾക്കറിയാം, തോറ്റ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് നിന്ന് ജയിച്ച്. അന്നങ്ങേര് പറഞ്ഞ എന്തിനാണ്? ഇതൊന്നുമല്ല എനിക്ക് വെച്ചിരുന്നത്, അമേരിക്കയുടെ പരമോന്നത ബഹുമതിയാണ്. തോക്കാൻ ഞാൻ തയ്യാറായി, തോൽവിക്ക് നാണം വന്ന് തോൽവി പോയി, ഇനി ഞാൻ ജയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. എത്ര തോൽച്ചാലും നമ്മൾ നേടും എന്ന് വിചാരിച്ചാൽ നേടും. ഇവിടെ പറഞ്ഞവരടുത്ത് ഞാൻ ഇവിടെ വന്നിട്ട് വരുമ്പം വിഷക്കുപ്പിയായിട്ട് വന്നവന്മാരുണ്ട്. ഞാൻ പറഞ്ഞു, നീ വെറുതെ എന്തിനിടെ 2000 രൂപ എനിക്ക് തന്നിട്ട് വിഷം അടിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യാൻ, പൈസ കടവോ വല്ലതും കൊടുത്തില്ല, നീ നല്ല ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നിനക്ക് ജീവിക്കണോ, നീ ഇവിടെ ഇരി, വിഷം അടിച്ച് ചാവണമെന്ന് ഇപ്പം ജ്യോതിഷം നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ആ പുള്ളിക്ക് ധൈര്യം കൊടുത്തു, നീ ഇങ്ങനെ ചെയ്യണം, ഇതാണ് നിൻ്റെ വഴി, നീ ഇത് ചെയ്യണം. അവനതുപോലെയൊക്കെ ചെയ്തു. അവസാനം വലിയ നിലയിലെത്തി. ഇന്ന് തിരുവനന്തപുരത്ത് 4 ഷോപ്പുണ്ട്, 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്തു. ഇന്ന് അവൻ എൻ്റെ അടുത്ത് വരണത്, ആയുസ് കൂട്ടാൻ പറ്റുമോ സാറേ? അപ്പം ഞാൻ പറഞ്ഞു, നീ അന്ന് മരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കേൾക്കേണ്ടി വരുമോ? പക്ഷേ എനിക്കതറിയാം, നിന്നിൽ കഴിവുണ്ട്, നിന്നിൽ സാമർഥ്യമുണ്ട്. നീ കുറേ തെറ്റിദ്ധാരണകൾ വിരിച്ചു വെച്ചേക്കുന്നത്. ഇത്രയും കാശുണ്ടെങ്കിലേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും ഇതുണ്ട്. വേണ്ട, ഒരു മൊബൈൽ ഫോൺ നിൻ്റെ കയ്യിലുണ്ടായിരുന്നോ, ഞാൻ തന്ന ഐഡിയ നീ അതുപോലെ പ്രവർത്തിച്ചു. ആയല്ലോ. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. 1 ലക്ഷം 2 ലക്ഷം ഒന്നും വേണ്ട ബിസിനസ് ചെയ്യാൻ. ഞാൻ തന്ന 50 രൂപ. ഞാൻ അവനൊരു 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, അവൻ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയിരുന്നു. നീ 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, നീ എല്ലായിടം പോയി DTP എടുത്ത് ചെവനിലൊട്ടിര്, കമ്പ്യൂട്ടർ വീട്ടിൽ വന്ന് നന്നാക്കി തരും. അവൻ അതുപോലെ ചെയ്തു. 50 രൂപ, വെറും 50 രൂപയാണ് കൊടുത്തത്, കൂടുതൽ കൊടുത്തില്ല. നീ അത് ചെയ്യുന്നു. അവൻ ചെയ്തു. ആദ്യത്തെ ദിവസം ഒരു ആൻറ്റിവൈറസ് ലോഡ് ചെയ്യാൻ കിട്ടി. അന്ന് അവന് 300 രൂപ കിട്ടി. പിറ്റേ ദിവസം അവനൊരു ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. ഇത് 2006 കണക്കാണ് പറയണത്, എപ്പോഴല്ല. അപ്പോൾ അവന്
ഒരു ഹാർഡ് ഡിസ്ക് കിട്ടി. അന്ന് അവന് 1000 രൂപ കിട്ടി. അങ്ങനെ അവൻ വീണ്ടും, ഞാൻ പറഞ്ഞു വീണ്ടും നീ ഒരു എടുത്തോട്ടിര്. അങ്ങനെ അവൻ ബസ്സിൽ കയറി യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ഇന്ന് 4 വലിയ ഷോപ്പുണ്ട്. 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ്. ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ദൈവം എന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറ് തന്ന 50 രൂപയും കുറേ വാക്കുമാണ് എന്നെ. അപ്പോൾ അവിടെ നിന്നവരൊക്കെ ചോദിച്ചു 50,000 രൂപ സാറ് തന്ന് നിന്നെ സഹായിച്ചില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു 50,000 അല്ല തന്നത്, വെറും 50 രൂപ. വെറും 50 രൂപയാണെന്ന് ഞാൻ അവിടെ ഉള്ളവർക്ക് പറഞ്ഞു. ഇവനുണ്ടാക്കിയ സാമ്രാജ്യമാണിത്. പക്ഷെ അവൻ അതിനനുസരിച്ച് ആ ഗൈഡൻസിൽ, അതാണ് വഴി കാട്ടാൻ ഒരു ഗുരുവും കൈപിടിച്ച് നടത്താൻ ഒരു ഭഗവാനും അവൻ്റെ എനർജി ഉണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. തോക്കാനൊരു മനസ്സും ഇല്ലെങ്കിൽ. അതാണ് വിജയിച്ചവരെല്ലാവരെയും ലക്ഷ്യമാണ്. നിങ്ങൾ ആരെക്കുറിച്ച് പഠിച്ചാലും അറിയാം. ധീരുഭായി അംബാനി പെട്രോൾ അടിച്ചുകൊണ്ടിരുന്നതാണ്. യൂസഫ് അലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചുമട് വരെ എടുത്തിട്ടുണ്ടെന്ന് അവിടെ ദുബായി പോയ സമയത്ത്. ബാരക് ഒബാമ പറഞ്ഞിട്ടുണ്ട് ചുമട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെന്ന്. ഇവിടെ ഉള്ളവരുടെ കഥകൾ നിങ്ങൾ നോക്കിയാൽ മതി. ചായ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നരേന്ദ്രമോദിജി. ഈ ലോകത്തെന്ന് പറഞ്ഞാൽ പഠിക്കുന്നവനല്ല ഈ ലോകം നിയന്ത്രിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്? ഒന്നീ ഒരു IPS കാരനാവും, IAS കാരനാവും, കളക്ടർ. ഈ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന് മുമ്പ് സല്യൂട്ട് അടിച്ചിരിക്കുന്നുണ്ട്. അവൻ ചീത്ത വിളിച്ചാലും കേൾക്കണം തന്നെ. അപ്പോൾ ഇവർ അനുഭവം, ജീവിത അനുഭവം പഠിച്ചവനാണ് ലോകത്ത് ഏറ്റവും വലിയവൻ. അല്ലാതെ ഞാൻ പണ്ട് സൈൻ തീറ്റയും കോസ് തീറ്റയും കൊസി തീറ്റയും സാൾട്ടും അതും ഇതും ഒക്കെ പഠിച്ച് റിലയൻസിൽ പോകുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞാൻ കണ്ടിട്ടില്ലാത്തൊരു മിഷ്യനാണ്. അതിനെക്കുറിച്ച് പഠിച്ച് അവിടെ ജോലി. അപ്പോൾ അങ്ങനെയാണ്. അല്ല നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടാമെന്നും പറയാൻ പറ്റില്ല. അക്ഷരജ്ഞാനം ഇല്ലാത്ത സ്വാമി വിവേകാനന്ദനെ അക്ഷരജ്ഞാനം ഇല്ലാത്ത സ്വാമി പരമഹംസറാണ് സ്വാമി വിവേകാനന്ദനാക്കിയ നരേന്ദ്രൻ എന്ന നിരീശ്വരവാദി. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ. നിരീശ്വരവാദിയായ വിവേകാനന്ദ സ്വാമി, നരേന്ദ്രൻ്റെ ഇതും കാണും. 2 സ്വാമിയുടെ പേരിലാണ് പറഞ്ഞത്. പക്ഷെ ഒരു അക്ഷരജ്ഞാനം ഇല്ലാതിരുന്ന ആ പരമഹംസറാണ് ഇത്. അതുപോലെ നബി തിരുമേനിക്ക് അക്ഷരജ്ഞാനമില്ല. അതുപോലെ നമ്മുടെ മന്ത്രിയായിരുന്ന MM മണി, അദ്ദേഹത്തിന് എത്ര വിദ്യാഭ്യാസമുണ്ട്? ഇന്ത്യയുടെ മുഖ്യമന്ത്രി അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ എത്ര വിദ്യാഭ്യാസമുണ്ട്? 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മുമ്പ് സല്യൂട്ട് അടിച്ച് നിൽക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ? എത്ര ഹൈ ക്വാളിഫിക്കേഡ് ആയിട്ടുള്ളവരും അവിടെ സല്യൂട്ട് അടിച്ച് നിൽക്കണം മുഖ്യമന്ത്രിയാണ്. അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് തന്നെ എല്ലാം നേടണമെന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്കൂളുകളിലൊക്കെ ഇതിന് പോകുമ്പോൾ, പ്രഭാഷണത്തിന് പോകുമ്പോൾ ഞാൻ ഇന്നാളൊരു സ്കൂളിൻ്റെ ഇതിന് പോയപ്പോൾ അവിടെ ഒരു ടീച്ചർ നിന്ന് ഹാഷ് പുഷ് ഇംഗ്ലീഷിൽ കൊച്ചു പിള്ളേരുടെ അടുത്ത് പറയുകയാണ്. ഞാൻ ആ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദറെ ആ പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയൂ, നഖം വെട്ടണം, കുളിക്കണം, പല്ല് തേക്കണം. അവർ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് ആ പിള്ളേർ നാളെ അത് ചെയ്യാതെ വരുമ്പോൾ അവരെ തൂക്കിയിട്ട് അടിക്കും. ഒരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കൂ. അന്ന് ആ ഫാദറെ വിളിച്ചിട്ട് ആ ടീച്ചറിനെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി, സ്റ്റാൻഡേർഡൊന്നും ഇപ്പോൾ അല്ല. ഫാദർ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്. അത് പറഞ്ഞു കൊടുത്തപ്പം പിള്ളേർ അത് അനുസരിക്കാൻ തുടങ്ങി. മറ്റേത് പിള്ളേർക്കൊക്കെ എല്ലാ ദിവസവും അടിയാണ്. അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കും ഇന്നെന്തിന് പറഞ്ഞു മക്കളെ. ഞാൻ അവിടുത്തെ ഒരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, മക്കളെ ഈ പറഞ്ഞതല്ലേ മക്കൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവൻ. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷനും വലിയൊരു കാര്യമുണ്ട്. എല്ലാം ഒരു കാര്യമാണ്. നമ്മൾ ഒന്നിൽ മാത്രം വിശ്വസിച്ച് പോകണ്ട. ഇതെല്ലാം കൂടെ ചേർത്താലേ നമുക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഡോക്ടർ CJ റോയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അദ്ദേഹത്തിന് ഉണ്ടായ ബ്രാഹ്മണ ശാപമാണെന്ന് പറയുന്നുണ്ട്. താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഒന്നാമത് കലി യോഷിച്ചിരിക്കും. കലി ജോഷി ഇവിടെ വർണ്ണവരെ പഠിപ്പിക്കുന്നത് തന്നെ ബ്രാഹ്മണ ശാപം എന്നൊരു ശാപം ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ബ്രാഹ്മണൻ? ബ്രഹ്മത്വമുള്ളവൻ ബ്രാഹ്മണൻ, അറിവുള്ളവൻ ബ്രാഹ്മണൻ. അതൊരു ജാതിയല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. അതിനെ കുറേ പേര് ചേർന്ന് മോണോപോളിയായിട്ട് ഒരു ജാതിയാക്കി മാറ്റി. ഞാൻ പഠിച്ച ഒരു ഗ്രന്ഥങ്ങളിലും ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പുരാതന ഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ല. ഇത് ഇവർ വന്ന ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. ഒരു 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥം. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കർമ്മങ്ങളും തെറ്റാണ്. ക്ഷേത്രത്തിൽ പോലും ക്ഷത്രിയാധിപത്യത്തിൻ്റെയും ബ്രാഹ്മണാധിപത്യത്തിൻ്റെയും ഭാഗമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്. ക്ഷത്രിയരുടെയും ബ്രാഹ്മണരുടെയും ഈഗോയാണ് ഹിന്ദുമതം വളരാത്തതെന്ന് ഞാൻ പറഞ്ഞതല്ല, ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. പിന്നെ ഈ വേദങ്ങളെല്ലാം എഴുതിയ വ്യാസം മുക്കുവനാണല്ലോ. അത് മുതലെടുത്തതാണല്ലോ ബ്രാഹ്മണർ. വേദങ്ങൾ എഴുതിയ വ്യാസൻ ആരാണ്? മുക്കുവനാണ്. അപ്പോൾ ഈ പുരാതന ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടേ ഇല്ല. ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമുള്ള ഒരുത്തനും ദാനം കൊടുക്കാൻ പാടില്ല. 65 വയസ്സിന് താഴെയുള്ള മുകളിലുള്ള അപ്പൂപ്പന്മാർക്കോ അമ്മൂമ്മമാർക്കോ 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾ ദാനം കൊടുക്കാവോ? ആരോഗ്യമുള്ള ഒരുത്തന് പോലും ദാനം കൊടുക്കില്ല. അമ്പലത്തിൽ പോലും അന്നദാനം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അന്നദാനത്തിൻ്റെ ഒരു രീതിയാക്കി മാറ്റിയിട്ടുണ്ട്.
നല്ല തണ്ടും തടിയുള്ള ഒരു പ്രസാദമായിട്ട് കണക്കാക്കി കഴിക്കാം. അവിടെ വന്നിട്ട് ഉപ്പില്ല മധുരം ഇല്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കഴിക്കരുത്. ഭഗവതിയുടെ പ്രസാദം മാത്രം കഴിക്കാം, അത് ഓക്കെ. അതിപ്പോൾ അവിടെ നമ്മുടെ പായസം ആയാലും അത് ഇതായാലും നമുക്ക് ചെയ്യാം. ഈ അനീതിക്കെതിരെയൊക്കെ ശബ്ദം ഉയർത്തുന്നവരാണ്. പാറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പൈസ വീഴുന്നത് ഭക്തരുടെ പൈസയാണ്. പല ക്ഷേത്രങ്ങളിലും വേണം. അവർ സ്കൂളും കെട്ടി ആശുപത്രിയും കെട്ടി പൈസ വാങ്ങിക്കുന്നതിനോട് എനിക്കെതിരാണ്, ഞാനെതിരാണ്. എല്ലാ ക്ഷേത്രത്തിലും ഏത് ക്ഷേത്രം അങ്ങനെ ചെയ്താലും അവിടെയുള്ള സാധുക്കൾക്ക് കൊടുക്കണം. 10 പേരുടെ വിവാഹം നടത്തി കൊടുക്കണം. കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. നല്ല ടാലൻ്റായിട്ടുള്ളവന്മാരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണം. അത് ഭക്തരെ പൈസയാണ്. ദേവി അതിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഒരിക്കലും ഒരു ദൈവത്തിനും പൊന്നും പണവും സ്വർണ്ണമൊന്നും വേണ്ട. ശബരിമലയിൽ സ്വർണം പൂശിക്കൊടുത്ത വിജയ് മല്യ തകർന്നു തരിപ്പണമാണ്. അനിൽ അംബാനി, അമിതാഭ് ബച്ചൻ, ജയലളിത, യെദ്യൂരപ്പ, ചന്ദ്രബാബു നായിഡു, 110 പേരെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇത് റിസർച്ച് ചെയ്യുന്ന സ്ഥാപനമാണ്. ഇവരെല്ലാം ഭഗവാനെ പൊന്നും പണവും കൊടുത്ത് വിലയ്ക്ക്. യെദ്യൂരപ്പയെക്കുറിച്ച് വല്ല അഡ്രസ്സും ഉണ്ടാ? അവരെല്ലാം നശിച്ചു. ഏറ്റവും കൂടുതൽ ഭക്തി കാണിച്ച ഒരാളുണ്ട് നമുക്ക്. അമിത ഭക്തി ആപത്ത് കൊണ്ടുവരും. ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഏറ്റവും കൂടുതൽ ഭക്തി കാണിച്ചിട്ടുള്ളതാണ്. 36 ചരട്, അച്ഛൻ്റെ പേര് മാറ്റി, ഇങ്ങനെ ലോകത്ത് പറയുന്നവരെല്ലാം തുള്ളിച്ച് അദ്ദേഹത്തിനെ ഭഗവാൻ അവസാനം ഇങ്ങനെ തൂക്കിയെടുത്ത് ഒറ്റയേറി തീഹാർ ജയിലിൽ. ഇനി മേലാൽ എൻ്റെ മുമ്പ് ഒന്ന് ഷോ കാണിക്കരുത്. ഇപ്പം ശ്രീശാന്ത് വല്ല ഇതും കാണിക്കണുണ്ടോ? ശ്രീശാന്തിനെ കുറിച്ച് കാണാറുണ്ടോ നിങ്ങളിപ്പോൾ? തുള്ളിച്ചാടി നടക്കണതോ പണ്ടത്തെ പോലെ നടക്കണം? അത് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റാണ് പലതും. നമ്മളെ തെറ്റാണ് പലതും പഠിപ്പിക്കണത്. പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബ്രാഹ്മണ ശാപം എന്നുള്ളത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയേ ചെയ്യരുത്. ഞാനതിനെതിരാണ്. അങ്ങനെയുള്ള ഞാൻ പഠിച്ച ഒരു ഗ്രന്ഥങ്ങളിലും ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണമെന്നില്ല. അത് അവരുടെ മോണോപോളിയായിട്ട് എഴുതി വെച്ചതാണ്. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബ്രാഹ്മണരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. കാര്യം എന്താണെന്നറിയാമോ? സാധുക്കളെ ദ്രോഹിച്ച് ഈ തെക്കേ തെരുവിൽ ഞാൻ റിസർച്ച് നടത്തിയാണ്. എവിടെ നിങ്ങൾ പോയി നോക്കിയേ ഒരു വിധവയുണ്ട്, ഒരു അംഗവൈകല്യം ഇല്ലാത്തവരുണ്ട്. ഇതൊന്നും ഇവർ ചെയ്തതല്ല. അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ജ്യോതിഷത്തിനെ പറ്റിയിട്ടും നിലവിലുള്ള കേരളത്തിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടുമൊക്കെ സംസാരിച്ച സാറിന് വളരെയധികം നന്ദി. നമസ്കാരം. നന്ദി, നമസ്കാരം.